ഈശോപ്പച്ചനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സുജ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ 4/4/2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം, എനിക്ക് 1 വർഷത്തോളമായി നല്ല നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് അറ്റാക്കിനുള്ള സാധ്യതയാണെന്നാണ്. നെഞ്ചിടിപ്പ് കൂടുതലായിരുന്നു. അങ്ങനെ നെഞ്ചിടിപ്പ് കുറയാനുള്ളയും ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു, ഗുളിക തന്നു കഴിക്കാൻ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞതും ഈ പള്ളിയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയതിന് ശേഷം ഇതുവരെയും പിന്നെ എനിക്ക് ആ നെഞ്ചുവേദന വന്നിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോൻ്റെ കഴുത്തിൽ ഒരു 1.5 വയസ്സ് മുതൽ ഒരു മുഴ കണ്ടു തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് കൂടിക്കൂടി വരുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയെടുത്ത് അത് രണ്ടാമതായി സാക്ഷ്യം വെച്ചു. അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഒരു ചൊറിച്ചിൽ വരുമായിരുന്നു 5 വർഷത്തോളമായി. അതും തൈലം തേച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഇടയ്ക്ക് തലയ്ക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന്, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞമ്മ നേരെയായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ആഴ്ചയായപ്പോൾ കുഞ്ഞമ്മ ഒന്ന് മറിഞ്ഞ് വീണ് കുഞ്ഞമ്മയ്ക്ക് രണ്ടാമതും സർജറി ചെയ്യേണ്ടി വന്ന് അങ്ങനെ കോമയിലായി. ഞാൻ പോയി കുഞ്ഞമ്മയടുത്ത് പോയി തൈലം പുരട്ടി കുഞ്ഞമ്മയെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞമ്മയ്ക്കിപ്പം തന്നെ പിടിച്ച് നടക്കുന്നൊരവസ്ഥയിലോട്ട് കുഞ്ഞമ്മ വന്നു. പിന്നെ എൻ്റെ ചേട്ടന് ഇവിടെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അതിനകത്ത് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടനും സൗഖ്യം തന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് സ്ട്രോക്ക് വന്നായിരുന്നു. അങ്ങനെ ബ്ലോക്ക് വന്ന് അങ്ങനെ അമ്മയ്ക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കൊണ്ടുപോയായിരുന്നു. അമ്മ അതുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടി. ഞങ്ങൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ബ്ലോക്കെല്ലാം മാറിയെന്ന് പറഞ്ഞു. ഞാൻ അടുത്തുള്ളൊരു അനാഥാശ്രമത്തിൽ അമ്മൂമ്മമാരൊക്കെ കിടക്കുന്ന അവിടെ പോവും. പിന്നെ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുകയും സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പത്രമെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. തൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരാൾ തന്നോട് കൃപാസനത്തിനെക്കുറിച്ച് പറയുന്നു. കൃപാസനത്തിനെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയാകുന്നു. കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് കൃപാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അത് വലിയ മാറ്റത്തിനും അഭിഷേകത്തിനും അനുഗ്രഹത്തിനും ഇടവരുകയാണ്. അതുമാത്രമല്ല, അത് പങ്കുവെക്കുന്ന വ്യക്തി ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുക കൂടെയാണ്. താൻ അറിഞ്ഞ ദൈവത്തെ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, താൻ തന്നെ ദൈവത്തിൽ ആഴപ്പെടുവാനായിട്ടും അറിയാത്തൊരു വ്യക്തിയെ ദൈവത്തെ അറിയിക്കുവാനുമായിട്ടുമൊക്കെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തുമ്പോൾ, അതിന് സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവകൃപയാൽ നിറയപ്പെടുന്ന ജീവിതമായിട്ട് മാറുകയാണ്. ഈ സഹോദരി തൻ്റെ ജീവിതത്തിലും തൻ്റെ കുടുംബത്തിലുമൊക്കെ ലഭിച്ച ഒത്തിരിയേറെ സൗഖ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.